ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒന്നും മറയ്ക്കാനും ഒളിക്കാനുമില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താണ് ഒന്നും മിണ്ടാത്തതെന്നും 1999 മുതൽ അന്വേഷണം വേണമെന്നും പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഒരു കാര്യം ചോദിക്കാനില്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കുഴപ്പമാണ്. ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശ്രീനന്ദ, ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രശാന്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സാധാരണ ദിവസങ്ങളിൽ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് മുഖത്ത് വളരെയധികം അതൃപ്തികൾ ഉണ്ടായിരുന്നു. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ തിരിഞ്ഞു പോകുന്നതൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഗൗതം, ചോദ്യങ്ങളിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ക്ഷുഭിതനായ ശേഷമാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് PS പ്രശാന്ത് കടന്നു കളഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഉത്തരം തരാൻ കഴിയുന്നില്ല. എല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ തനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. കോടതിയിലെല്ലാം ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൈകളെല്ലാം ശുദ്ധമാണ്. ഒരു 100 തവണ അദ്ദേഹം ഈ വാക്ക് തന്നെ ഉരിയാടിയിട്ടുണ്ടാകാം. ദേവസ്വം ബോർഡിൻ്റെ കൈകൾ ശുദ്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ എല്ലാ പഴി ചാരുന്നത്. ഇദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനായി കൂട്ടുപിടിച്ചത്. അല്ലാതെ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അതിനൊരു പങ്കും യാതൊരുവിധ പങ്കുമില്ല. മഹസറിലെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷേ തെളിവുകൾ എന്താണ്, എവിടെയാണെന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പോൾ അത് ഹൈക്കോടതിയിലുള്ള കാര്യമാണ്. അത് ഹൈക്കോടതി അന്വേഷിക്കട്ടെ. ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല. എല്ലാം മറ്റൊരാളുടെ പേരിൽ പഴി ചാരിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന ഒരു പ്രതികരണം മാത്രമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട് 281 ഗ്രാം സ്വർണ്ണമാണ് കൊണ്ടുപോയെന്ന്. അതിൽ 10 ഗ്രാം മാത്രമാണ് പുറത്തു നിന്ന് പൂശിയിട്ടുള്ളത്. കൂടുതൽ സ്വർണ്ണമൊന്നും ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സ്പോൺസർമാരൊന്നും ഇല്ലായിരുന്നു. വെറും 10 ഗ്രാം മാത്രം സ്വർണ്ണമാണ് പൂശിയത്. അതും പോലീസിൻ്റെ അകമ്പടിയോടുകൂടി എല്ലാം മഹസർ രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് തനിക്ക് തന്നുവിട്ടത് ചെമ്പാണ്, അതിൽ സ്വർണം ഉണ്ടായിരുന്നെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് തങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ തങ്ങൾ അവിടെ നിന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോയത് സ്വർണം തന്നെയാണ്. അതിൽ 10 ഗ്രാം സ്വർണം മാത്രമാണ് കൂടുതലായി ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. തങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, തങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു 1999 മുതൽ വിജയമല്ലി എപ്പോഴാണോ ഈ ഒരു സ്വർണം ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ തിരുവിതാംകൂർ ശബരിമലയ്ക്ക് കൈമാറിയത്, ആ സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു സമഗ്ര അന്വേഷണം തന്നെ വേണം. ആ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുമെന്ന് കൂടി PS പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡിന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്നാണ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല താനും. ആകെ അവ്യക്തത നിറഞ്ഞ ഒരു മാധ്യമങ്ങളെ കാണലായിരുന്നു പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.